പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന നിമിഷമാണ്. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മെല്ലാവരെയും ഈശോയുടെ വലിയ കാരുണ്യത്താൽ നിറയുന്നതിനും അങ്ങനെ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങൾ, ഭവനങ്ങൾ, ഓഫീസുകൾ, യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നതിന് കാരണമായി തീരട്ടെ. സാധിക്കുന്നതോളം വ്യക്തികളിലേക്ക് നമുക്ക് ഈ പുണ്യ നിമിഷങ്ങളെ സ്നേഹപൂർവ്വം ഒരു സമ്മാനം എന്ന നിലയിൽ നമുക്ക് സമൃദ്ധമായി നൽകാം. നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മളെ സ്നേഹിക്കുന്നവർക്ക്, ഈശോയിലേക്ക് ആരൊക്കെയാണോ ചേർന്ന് വരേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമുക്ക് ഈ ആരാധനയുടെ ഈ നിമിഷങ്ങളെ സ്നേഹപൂർവ്വം പങ്കുവയ്ക്കാം. ഇതൊരു വലിയൊരു സുവിശേഷ പ്രഘോഷണത്തിന്, അതുപോലെ തന്നെ വലിയൊരു സ്നേഹ സംസ്കാരം, ഈശോയോടുള്ള ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് കാരണമായി തീരട്ടെ. ധാരാളം വ്യക്തികളിലേക്ക് വലിയ സ്നേഹത്തിൻ്റെ പ്രേക്ഷിത ദൗത്യം കടന്നു ചെല്ലുന്നതിന് കാരണമായി തീരട്ടെ. ഇന്നത്തെ ദിവസം ഈശോയുടെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. എല്ലാ ദിവസവും സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ട ഒരു വചനമാണ്, ഒരു കാര്യമാണ്. ഈശോയുടെ തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴങ്ങളിൽ പതിയേണ്ട ഒരു അനുഭവമാണ്. ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ തളർവാദം പിടിപെട്ട മനുഷ്യനെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് ഈശോ പറയുന്ന അത്ഭുതകരമായ വാക്കുകളാണ് നമുക്ക് ശ്രവിക്കാൻ നമ്മൾ പോവുക. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഈശോ അവരുടെ വിശ്വാസം കണ്ടിട്ട് തളർവാദക്കാരനോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഒരു അത്ഭുതകരമായ വാക്കുകൾ. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എഴുന്നേറ്റ് നടക്കുക എന്നുള്ളതല്ല അവനോട് പറഞ്ഞത്. അതായത് ശ്രവിക്കണം, ആ മനുഷ്യനെ സുഖപ്പെടുത്തുന്നതിന് അവരെ കൊണ്ടുവന്ന വ്യക്തികളുടെ വിശ്വാസം കണ്ടിട്ടാണ് പറയുന്നത്. ആ തളർവാദ രോഗിക്ക് വിശ്വാസം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല ചോദ്യം. പക്ഷേ അവൻ്റെ ആ ഒരു ആഗ്രഹത്തെ ആയിരിക്കാമല്ലോ അവൻ്റെ സുഹൃത്തുക്കൾ അവനെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരിക. ആ തളർവാദക്കാരനെ കണ്ടപ്പോൾ ഈശോ അവനോട് പറയുന്നു, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു വചനത്തിൽ നിന്ന് നമ്മൾ സ്വന്തമാക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ചില പാപ സാഹചര്യങ്ങളിലായിരിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് നേരിട്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ വരാൻ ഒരുപക്ഷെ സാധിച്ചു എന്ന് വരില്ല. അവരെ മറ്റുള്ളവർ ഈശോയുടെ സവിധത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരെ ഈശോയുടെ സവിധത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്തിനാ? അവർക്കും ഈശോയുടെ സ്നേഹം, ഈശോയുടെ അനുഗ്രഹം സ്വന്തമാക്കാൻ വേണ്ടി. ഈശോയുടെ ഒരു സ്പർശനം അവർക്ക് ലഭിക്കാൻ വേണ്ടി, ഈശോ ഒരു നോട്ടം അവർക്ക് ലഭിക്കാൻ വേണ്ടി, ഈശോയുടെ ഒരു വാക്ക് അവർക്ക് കേൾക്കാൻ വേണ്ടി ഈശോയുടെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുവരണം. അത്രമാത്രം വിശ്വാസം നമുക്കുണ്ടാവണം ഈശോയിൽ. ഈശോ അവരുടെ വിശ്വാസം കണ്ടിട്ട് മകൻ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞത്. അവനെ കൊണ്ടുവന്ന കൂട്ടുകാരുടെ വലിയൊരു വിശ്വാസം, അതിനോടൊപ്പം തന്നെ ആ തളർവാദക്കാരൻ്റെ ഹൃദയം കൂടി തമ്പുരാൻ കണ്ടിട്ടുണ്ടാകും. ആ മനുഷ്യൻ്റെ വിശ്വാസം കണ്ടപ്പോൾ ഈശോ ആദ്യം സൗഖ്യം നൽകിയത് അവൻ്റെ ശരീരത്തിനല്ല എന്നുള്ളതാണ്, മറിച്ച് അവൻ്റെ ആത്മാവിനാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. തളർവാദ രോഗിയായി ഇവൻ മാറുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞത് അവൻ്റെ ആത്മാവിനേറ്റ ക്ഷതമായിരുന്നു. അതുകൊണ്ട് ആദ്യം ഈശോ അവൻ്റെ ആത്മാവിൻ്റെ കറകളെ മായ്ച്ചു കളയുകയാണ്, അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കുകയാണ്. നമ്മൾ അത്രമാത്രം ഈശോ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നമ്മൾ തളർന്നു പോയിട്ടുണ്ട് എങ്കിൽ, സാമ്പത്തികമായി നമ്മൾ തളർന്നു പോയിട്ടുണ്ട് എങ്കിൽ,
ബന്ധങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ തളർന്നു പോയിട്ടുണ്ട് എങ്കിൽ, സ്നേഹിക്കുന്നത് കാര്യത്തിൽ നമ്മൾ തളർന്നു പോയിട്ടുണ്ട് എങ്കിൽ, മറ്റുള്ളവരെ അംഗീകരിക്കുന്ന കാര്യത്തിൽ നമ്മൾ തളർന്നു പോയിട്ടുണ്ട് എങ്കിൽ, ജോലിയൊക്കെ വിശ്വസ്തയോടെ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ തളർന്നു പോയിട്ടുണ്ട് എങ്കിൽ, ഈശോയുടെ സവിധത്തിലെത്തുമ്പോൾ നമ്മുടെ ആത്മാവിനേറ്റ പ്രാർത്ഥനയുടെ മേഖലകളിലേറ്റിരിക്കുന്ന, നമ്മുടെ ആത്മാവിനേറ്റിരിക്കുന്ന മുറിവുകളെ ആദ്യം ഈശോ സൗഖ്യപ്പെടുത്തും. അതാണ് ദിവ്യകാരുണ്യ ആരാധനയുടെ വലിയൊരു ഗുണം. ഈശോയുടെ സവിധത്തിൽ നമ്മളായിരിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആയിരിക്കുമ്പോഴും ഈ ദിവ്യകാരുണ്യ ആരാധനയിലായിരിക്കുമ്പോഴും അവിടുന്ന് നമ്മുടെ ആത്മാവിൻ്റെ പാപങ്ങൾ കൂടി മായ്ച്ചു കളയുകയാണ്. അങ്ങനെ നമ്മുടെ ആത്മാവിൻ്റെ, നമ്മുടെ ഭൗതിക മേഖലകളിലൊക്കെ നമുക്ക് ഈ തളർവാദ രോഗി ഭൗതികമായ രീതിയിൽ, അവൻ ശാരീരികമായ രീതിയിൽ അവൻ തളർന്ന് കിടക്കുകയാണ്. പക്ഷേ അവൻ്റെ ആത്മാവിന് സൗഖ്യം ലഭിച്ചപ്പോൾ അവൻ്റെ രോഗം മാറിപ്പോയി. പൊതുവെ ഒരു പറച്ചിലുണ്ട്, എല്ലാ രോഗങ്ങളും സൈക്കോസൊമാറ്റിക്കാണെന്ന് പറയാറുണ്ടല്ലോ. ആത്മാവിനെ സൗഖ്യപ്പെടുത്തുമ്പോൾ, ആത്മാവിൽ ശക്തമായൊരു മനുഷ്യനായി തീരുമ്പോൾ എല്ലാ രോഗത്തിൽ നിന്നും വിമുക്തനായിരിക്കും. സഹോദരങ്ങളെ, ഈശോ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഓർക്കുക. നമ്മുടെ പാപങ്ങൾ കാരണം നമ്മൾ തളർന്നു പോയിട്ടുണ്ടാവാം. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയാകുന്നില്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു തളർച്ച നമ്മൾ അനുഭവപ്പെടുന്നുണ്ടാവും. എന്നാൽ ഈശോ നമ്മെ നോക്കി പറയുകയാണ്, മകനെ, മകളെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ സ്നേഹം നമ്മുടെ പാപങ്ങളെക്കാൾ വലുതാണ്. അവിടുന്ന് നമ്മെ പൂർണ്ണമായി സൗഖ്യമാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്ത് നമുക്ക് എത്രമാത്രം വേദനകളും കഷ്ടപ്പാടുകളും ഉണ്ടായാലും, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കാരണം നമ്മൾ തളർന്നു പോയിട്ടുണ്ടാവാം. ഈ തളർവാദ രോഗിയെ പോലെ വർഷങ്ങളോളം തളർന്നു കിടന്നിട്ടുണ്ടാവാം. പ്രാർത്ഥനയിൽ, ദേവാലയത്തിൽ പോകുന്ന കാര്യത്തിൽ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കാര്യത്തിൽ, പാപമോചനം കൂടെ സ്വീകരിക്കുന്ന കാര്യത്തിൽ, ഈ മേഖലയിലൊക്കെ ആത്മീയ തലത്തിലൊക്കെ നമ്മൾ തളർന്നു പോയിട്ടുണ്ടാവാം. അതിൻ്റെ അനന്തരഫലമായി ഭൗതികമായ മേഖലയിൽ, കുടുംബ ബന്ധങ്ങളിൽ, സഹോദര ബന്ധങ്ങളിലൊക്കെ നമ്മൾ തളർവാദം പിടിച്ചു കിടപ്പുണ്ടാവാം. അവിടെയൊക്കെ ഒരു സൗഖ്യം വേണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ ആത്മാവിനെ നമുക്കൊന്ന് സൗഖ്യപ്പെടുത്താൻ കാണിക്കാം. അതിന് ഈശോയുടെ അടുത്ത് ചെന്നാൽ മതി. ഈശോ നമ്മെ നോക്കി പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചാൽ പിന്നെ നീ തളർവാദം പിടിവിട്ടപ്പനെ പോലെ തളർന്നു പോകില്ല, നീ ശക്തനാകും. ഈശോയുടെ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ പുതിയ അർത്ഥം നൽകാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വചനം വായിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉൾഭിത്തികളിലെ അലിഞ്ഞു ചേരേണ്ട അനുഭവമായി തീരണമെന്ന് പറയുന്നത്. ആ വാക്കുകൾ, ഈശോയുടെ വചനം, അത് പുതിയ അർത്ഥതലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും, നമ്മെ ധൈര്യപ്പെടുത്തും, നമ്മെ ശക്തിപ്പെടുത്തും, നമ്മളെ സൗഖ്യപ്പെടുത്തും. ഈശോയുടെ വാക്കുകൾക്ക് 3 കാര്യങ്ങളാണുള്ളത്. 1 നമ്മളെ ധൈര്യപ്പെടുത്തും, 2 ശക്തിപ്പെടുത്തും, 3 നമ്മളെ സൗഖ്യപ്പെടുത്തും. ചിലർക്കൊക്കെ സൗഖ്യം കിട്ടിയാലും ഒരു ധൈര്യമില്ല, ഒരു ശക്തിയില്ലാത്തതുപോലെ ജീവിക്കും. ഈ 3 മേഖലയെ നമുക്ക് തമ്പുരാൻ നൽകുന്നുണ്ട്. തളർവാദം പിടിവിട്ടവനെ പോലെ തളർന്നുപോയ നമ്മുടെ ജീവിതത്തെ ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാനും നമുക്ക് സൗഖ്യം നൽകുവാനും ഈശോയോട് നമുക്ക് യാചിക്കാം. ഈശോയെ, ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ഈശോ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ തളർന്നുപോയ മേഖലകളെ ഓരോന്നും നിന്റെ സന്നിധിയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ തളർന്നുപോയ മേഖലകൾ ധാരാളമുണ്ട്. ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനെ, ഞങ്ങളുടെ പാപങ്ങൾ മേലെ കരുണയായിരുന്നുകൊണ്ട് ഞങ്ങളുടെ തളർന്നുപോയ മേഖലകൾക്കെല്ലാം ജീവൻ നൽകുവാൻ വേണ്ടി, സൗഖ്യം നൽകുവാൻ വേണ്ടി, ശക്തി നൽകുവാൻ വേണ്ടി, ധൈര്യം നൽകുവാൻ വേണ്ടി ഈശോയെ, നിൻ്റെ കരുണയുടെ വലങ്കൈ ഞങ്ങളുടെ മേൽ നീട്ടണമേ. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സ്നേഹത്തിൻ്റെ ജ്വാല ഞങ്ങളെ പൊതിഞ്ഞ് സൗഖ്യപ്പെടുത്തട്ടെ. പ്രിയ സഹോദരരെ, നമ്മുടെ നിയോഗം വയ്ക്കുമ്പോൾ നമ്മുടെ സൗഹൃദങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ
നമുക്കറിയാവുന്ന പലരും ഇങ്ങനെ തളർന്ന് ആത്മീയ തലത്തിൽ തളർന്ന് ജീവിക്കുന്നവരുണ്ടാവാം. ആരെയും കുറ്റപ്പെടുത്താനല്ല, അവരെ നമുക്ക് ഈശോയുടെ അടുത്തേക്കൊന്ന് കൊണ്ടുവരാം. ഒരു നിമിഷം കണ്ണുകളടച്ച്, ഈശോയെ, ഇന്ന വ്യക്തിയെ നിന്നിൽ നിന്നും അവരകന്ന് ജീവിക്കുകയാണ്, നിൻ്റെ യഥാർത്ഥ സ്നേഹം അനുഭവിക്കാതെ തളർന്നു കിടക്കുകയാണ്. പല വിധത്തിൽ അവർ തളർന്നു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ വിധിക്കുന്നില്ല? പക്ഷേ ഈശോയെ, അവരുടെ മേലൊരു കാരുണ്യം, നിൻ്റെ സ്നേഹസ്പർശനം, നിൻ്റെ സ്നേഹപൂർവ്വ നോട്ടം, നിൻ്റെ സ്നേഹപൂർവ്വമായൊരു സാമീപ്യം അവർക്ക് നൽകണമേ. കണ്ണുകളടച്ച് ആരൊക്കെയാണോ നമുക്ക് ഇപ്പോൾ മനസ്സിൽ വരിക അവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. ഇത് വികാരണത്തിലേക്ക് നോക്കിയിട്ട് ഈശോയെ സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് എന്നെ തന്നെ, രോഗങ്ങൾ കാരണം കഷ്ടപ്പെടുന്നവരെയും ആരും തുണയില്ലാത്തവരെയും ഒറ്റപ്പെട്ടു പോയവരെയൊക്കെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ഈശോയുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈശോയെ നമുക്ക് മുറുകെ പിടിക്കാം. അവിടെ നമ്മെ സംരക്ഷിച്ചുകൊള്ളും. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ വലിയ സ്നേഹത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.